നല്ല നട്ടുച്ച സമയമാണ്. ഒരു 1:30 കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങള് ഇപ്പൊ നമ്മള് ബൗളിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഓഫീസിൽ നിന്ന് കൊളീഗ്സ് പറഞ്ഞ് അങ്ങനെ സമയം ഇപ്പോൾ 1:40 ഞങ്ങളിപ്പോ നേരെ അങ്ങോട്ട് പോവാണ്. ഇനി അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. നല്ല ആവേശത്തിലാണ് അങ്ങോട്ട് പോകുന്നതെങ്കിലും അവിടെ ചെന്നിട്ട് ഇത് എങ്ങനെ ഗെയിം കളിക്കും എന്നൊരു ഐഡിയയും ഞങ്ങൾക്കില്ല. നമ്മൾ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ ഞാൻ പണ്ട് ബാംഗ്ലൂരായിരുന്ന സമയത്ത് അവിടെ ഫിനിക്സ് മാളിൽ ഈ ഒരു ബോളിംഗ് ഏരിയ അങ്ങനെയൊക്കെ നേരിട്ട് കണ്ടിട്ടുണ്ട്. അല്ലാണ്ട് ഞാൻ ഇതുവരെ ഒരു ബോളിംഗ് ഏരിയയും നിയറസ്റ്റ് അടുത്തായിട്ട് കണ്ടിട്ടില്ല, പോയിട്ടില്ല. ഞങ്ങൾ അവിടെ ചെന്ന് രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞു. അതിനുശേഷം അവരുടെ ഷൂ ഇട്ടിട്ട് വേണം നമ്മൾ ആ ബോളിംഗ് നടക്കുന്ന അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ സൈസൊക്കെ നോക്കിയിട്ട് ഷൂ ഒക്കെ ഫിക്സ് ചെയ്യാണ്. പ്ലാൻ ചെയ്യാതെ പെട്ടെന്ന് നടക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് എപ്പോഴും കൂടുതൽ വർക്കൗട്ട് ആവുക. അതേപോലെ ഒരു സംഭവമാണ് വരുന്നത് ഇത്. കാരണം അല്ലെങ്കിൽ ഓഫീസ് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലോട്ട് പോകുന്നു, ഫുഡ് ഉണ്ടാക്കുന്നു, കഴിക്കുന്നു, ആസ് യൂഷ്വൽ അങ്ങനെ തീരേണ്ട ഒരു ദിവസമായിരുന്നു. പെട്ടെന്നാണ് നമ്മുടെ കൊളീഗ് പറയുന്നത് നമുക്ക് ഇങ്ങനൊരു ബൗളിംഗ് ഉണ്ട്, നമുക്കതിൽ പോയാലോ എന്ന് വെച്ചിട്ട്. അങ്ങനെ ഞങ്ങൾ ഉടനെ തന്നെ ഓക്കെ പറഞ്ഞു. കാരണം 1 അവർ എന്തോ എവിടെ നമുക്കവിടെ 1 അവറാണ് നമ്മൾ ടൈം അലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മളെടുത്ത ബുക്കിങ്ങിന്. സോ ആദ്യം തന്നെ പോയി ഗെയിം കളിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ അറിയാലോ, ഈ ബോളിന് നല്ല വെയിറ്റാണ്, നമ്മൾ കാണുന്ന പോലെയല്ല. ഇതൊക്കെ നിങ്ങളൊക്കെ ഇതിൽ കളിക്കുന്നവരും കളിച്ചിട്ടുള്ളവരൊക്കെ ആയിരിക്കും. ഞാനിത് ഫസ്റ്റ് കണ്ട ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് പറയുന്നത്. ഇത് നല്ല വെയിറ്റുള്ള ബോളാണ്. ബോളെടുത്ത് കറക്റ്റ് നമ്മൾ എയിം ചെയ്തതാക്കിയാൽ ആ ഇരിക്കുന്ന ബോട്ടിൽസൊക്കെ താഴോട്ട് വീണ് പോവുള്ളൂ. അങ്ങനെയാണ് നമ്മൾ പോയിൻറ്റ്സ് കയറുന്നത്. ആ ബോൾ പോകുന്ന സ്പീഡ് വരെ കണക്ക് കൂട്ടുന്നുണ്ട്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ ബെറ്ററായിട്ട് കളിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഗിയ. അപ്പം അവൾക്കിത് മുന്നേ ഒക്കെ എക്സ്പീരിയൻസ് ഉണ്ടാകും. ഞാനാണ് ഏറ്റവും ഇതിൽ പുറകോട്ട് നിന്നത്. പുറകോട്ട് നിന്ന് വെച്ചാൽ എന്ത് ചെയ്യാനാ, നമ്മൾ എറിയുന്നുണ്ട്, പക്ഷെ ബോട്ടിൽസ് വീഴണ്ടേ. 22 അല്ല 24 പോയിൻറ്റ്സേ എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടമ്മ കിട്ടാത്തെ. പോയി പോയി. ഏത് ഇപ്പോഴും ഞാൻ മാത്രം 4 പോയിന്റിലാണ് നിൽക്കുന്നത് കേട്ടോ. ഗിയ 37 പോയിന്റ്സ്. സൂപ്പർ. ഞാനിതിൽ ആക്ച്വലി മത്സരിക്കുന്നില്ല, കാരണം ഞാനതിന് വേണ്ട, കുഴപ്പമില്ല, വിട്ടു. കാരണം എന്റേത് ഇപ്പോഴും സിംഗിൾ ഡിജിറ്റിലാണ് ഇരിക്കുന്നത് കേട്ടോ. ഇവരൊക്കെയാണ് ശരിക്കും ഇതിൽ മത്സരിക്കുന്ന ആൾക്കാർ. ഇറ്റ്സ് ഓക്കെടാ.
ഞാനാണ് ഏറ്റവും കുറവ് സ്കോർ ചെയ്തത്. എനിക്ക് വളരെ കുറച്ച് മാത്രമേ ഹിറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. പക്ഷേ ഞാൻ വളരെ ഹാപ്പിയാണ്. കാരണം നമുക്ക് വീട് കിട്ടുന്നൊരു റിഫ്രഷിങ് ടൈം ആയിപ്പോയത്. അത് മാക്സിമം ഞങ്ങളെല്ലാവരും എൻജോയ് ചെയ്തു. നമ്മളെ ടൈം കഴിഞ്ഞാൽ ബോർഡിൽ എഴുതി കാണിക്കും, നമ്മളെ ടൈം ഫിനിഷ്ഡ് എന്ന് കാണിക്കും. പിന്നെ നമുക്കത് ത്രോ ചെയ്യാൻ പാടില്ല. ആക്ച്വലി ഇന്നത്തെ ഗെയിം മെയിനായിട്ട് സ്കോർ ചെയ്തത് ഗിയെ രജിഷയാണ്, പിന്നെ സാബിത്തും. ഞാൻ ജസ്റ്റ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്